ഹാപ്പി നന്നായി ആയിട്ടാണ് തൊഴുതു. പോകുന്നത്. ഒത്തിരി നാളായി വരണമെന്ന് വിചാരിക്കുന്നു. ആ, നന്നായി തൊഴുവാൻ പറ്റി. നന്നായി തൊഴാൻ പറ്റി. ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അല്ലേ? ഹാപ്പിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് എപ്പോഴെങ്കിലും കൃഷ്ണാനുഭവങ്ങളോ അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങളോ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു വിഷമമുണ്ട് അത് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ചില്ല എന്തെങ്കിലും അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എൻ്റെ ഈ പൊന്നുമുത്തിനെ. കല്യാണം കഴിഞ്ഞ് ആദ്യം 1-2 വർഷമായിരുന്നൊന്നും കുഞ്ഞുങ്ങളൊന്നും ആയില്ല. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാ മാസവും 3 വർഷം അടുപ്പിച്ച് വന്നു. ഈ വരുന്നതിനിടയ്ക്ക് അതുപോലെ ഒരു ദിവസം അപ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാതിരുന്നോണ്ടാണ് ഇവിടെ ഞങ്ങൾ എല്ലാ മാസവും അടുപ്പിച്ച് കണ്ണോട് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. വരുന്നതിനിടയ്ക്ക് ഒരു ദിവസം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്ന കണ്ടു. അപ്പം ഞാൻ അതും പ്രാർത്ഥിച്ചു, കണ്ണാ എനിക്കൊരു പൊന്നുമുത്തിനെ തരണേ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുത്തോളാം. അങ്ങനെ 3 വർഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പൊന്നുമുത്തിനെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നാണ് ആദ്യം ചോറ് കൊടുത്തത്. അപ്പോഴും ഭഗവാന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ ഭഗവാൻ അതിനെനിക്ക് തന്നു. ഇപ്പോഴും ഉണ്ണീനായിട്ട് തന്നെയാണ് വരാറ് ക്ഷേത്രത്തിൽ? തീർച്ചയായിട്ടും പറ്റുന്നപ്പൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഇന്ന് നല്ല രീതിയിൽ ദർശനം കിട്ടിയിട്ടാണ് പോകുന്നത്. നന്നായി ദർശനം കിട്ടി. തിരക്കിനിടയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ നന്നായി കണ്ണനെ തൊഴാൻ പറ്റി. ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എപ്പോഴും ഒരു ഉണ്ണി ഉണ്ടാവാറുണ്ടോ കൂടെ? എപ്പോ വരുമ്പോഴും മോനെയും കൊണ്ടേ വരാറുള്ളൂ. ഭഗവാനെ കാണിച്ചിട്ടേ പോവാറുള്ളൂ അല്ലേ? അപ്പൊ ഇന്നെന്തായാലും നല്ലൊരു ദർശനം കിട്ടി. ലാസ്റ്റ് അവസാനമായിട്ട് എന്നാ വന്നപ്പോ? ഒരു 3-4 മാസം മുമ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല രീതിയിലുള്ള ദർശനം കാര്യങ്ങളൊക്കെ ലഭിച്ചു. അപ്പൊ ഇന്നെന്തായാലും ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളുടെ അനുഭവം തുറന്നു പറഞ്ഞതിന് ഒരുപാട് നന്ദി. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ചേച്ചിക്കും ഉണ്ണിക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.